നമ്മൾ നേരത്തെ ഉള്ള പൊസിഷൻ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന ട്രേഡ് ബുക്ക് ചെയ്തതിന് ശേഷം നല്ലൊരു അപ്പ് മൂവാണ് വന്നിട്ടുള്ളത്. നമുക്കിപ്പോൾ ഒരു എൻട്രി ഉണ്ട്. കോൾ ഓപ്ഷൻ 136 ആണ്. ഓക്കെ, യെസ്, നമ്മൾ എടുത്തിട്ടുണ്ട്. രണ്ട് ലോട്ട് എടുത്തിട്ടുണ്ട്. 145 പോയി ആവറേജ് പ്രൈസ്. നല്ല മൊമെൻറ്റം ഉണ്ട്. നമുക്ക് ഡേ ഹൈ ടാർഗറ്റ് ചെയ്യാം. യെസ്, ഗുഡ്. നല്ല മൊമെൻറ്റം ഉണ്ട്. മാക്സിമം ക്യാപിറ്റലൈസ് ചെയ്യാൻ നോക്കാം. യെസ്, നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്ത് കഴിഞ്ഞു. നല്ലൊരു ക്വിക്ക് ട്രേഡ് ആയിരുന്നു അത്. 1900 1.9K ആണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് റൈഡ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി അതൊരു റെസിസ്റ്റൻസ് ലെവൽ വന്നു കഴിഞ്ഞു. മേ ബി ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് വരാൻ ചാൻസ് ഉണ്ട്. വരികയാണെങ്കിൽ നമുക്ക് റീ എൻട്രി ചെയ്യാം. ഇപ്പോൾ നമുക്ക് സ്പോട്ട് ലെവൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഡേ ഹൈ ലെവലിലേക്കാണ് വന്നിട്ടുള്ളതെന്ന് പറയാം. ഡേ ഹൈ ഓൾമോസ്റ്റ് ബ്രീച്ച് ചെയ്തു. നമുക്ക് ആ ഒരു ലോവർ ഹൈ ലെവൽ നമ്മുടെ ഓപ്പണിങ്ങിൽ ഫോം ചെയ്തിട്ടുള്ള ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡലിന് ശേഷം വന്നിട്ടുള്ള ആ ഒരു ലോവർ ഹൈ ലെവലാണ് ഓപ്ഷൻസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ നിന്ന് വളരെ ക്വിക്കായിട്ട് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ക്വിക്ക് ട്രേഡാണ്. നമുക്ക് ഇങ്ങനത്തെ ക്വിക്ക് ട്രേഡ്സ് നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ക്യാപിറ്റൽ ഗ്രോത്തിനനുസരിച്ച് മാത്രമേ നമുക്കതിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ വളരെ കൃത്യമായിട്ട് നമുക്ക് അങ്ങനെയുള്ളൊരു ട്രേഡാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ജസ്റ്റ് ഈ ഒരു 2 മിനിറ്റ്സേ നമ്മൾ എടുത്തിട്ടുള്ളൂ ഈ ഒരു ട്രേഡിൽ. നല്ലൊരു ട്രേഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വളരെ ഫാസ്റ്റ് ട്രേഡായിരുന്നു. അപ്പോൾ നമുക്ക് ഇനിയൊരു എൻട്രിക്കായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ആസ് ഓഫ് നൗ ഒരു പുൾ ബാക്കാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കൊരു എൻട്രി വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് 3.7Kയിലേക്ക് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യാം. നല്ലൊരു മൊമെൻറ്റം കാണുന്നുണ്ട്. നമുക്ക് നോക്കാം. അഗെയിൻ ഡേ ഹൈയിലേക്ക് ഒരു റീടെസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു എൻട്രി കുറച്ച് റിസ്കി എൻട്രിയാണ്. എന്നാലും നമുക്ക് പ്ലാൻ ചെയ്യാം. 144 വന്നിട്ടുണ്ട്. 22,800. ഇവിടെ നിന്നൊരു പുൾ ബാക്ക് വരികയാണെങ്കിലും അതിനുശേഷം എടുത്താലും നമുക്ക് നോക്കാം. എന്തായാലും ഈ ഒരു ക്യാൻഡിൽ ക്ലോസിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കാമെന്നാണ്. യെസ്, ഓൾമോസ്റ്റ് ആവുന്നു. ഓക്കെ, നമുക്ക് 154 ആയിക്കഴിഞ്ഞത്. യെസ്, നമ്മളൊരു എൻട്രി എടുത്തു. 156 ഒരു ലോട്ടേ നമുക്ക് എടുക്കാൻ പറ്റൂ. ആവറേജ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ആവറേജ് ചെയ്ത് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കപ്പിൾ ഓഫ് മിനിറ്റ്സിൽ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. 22,800 ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നോക്കാം. ഡേ ഹൈ വന്നിട്ടുള്ള 175 അറൗണ്ട് ആ ലെവലിൽ വരികയാണെങ്കിൽ ബുക്ക് ചെയ്യാം. കപ്പിൾ ഓഫ് മിനിറ്റ്സിൽ തന്നെ 22,900 ലെവലിലേക്ക് ഒരു സ്പൈക്കാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. 22,950 നോക്കാം. ഒരു ലോട്ടേ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും, കാരണം ഓൾറെഡി ഹൈ വന്നു കഴിഞ്ഞതാണ്. ഹൈ റീടെസ്റ്റാണ് ബുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 156-ൽ 76-ൽ ബുക്ക് ചെയ്യാം. 20 പോയിൻറ്റ്സ്. യെസ്, ഡൺ. 72 വന്നു കഴിഞ്ഞു. അതായത് നമ്മൾ ഒരു ലോട്ടേ എടുത്തിട്ടുള്ളൂ. 56-ൽ കയറി 69.95 സ്ക്വയർ ഓഫ് ചെയ്തു. ഇപ്പോൾ അത് ഡേ ഹൈ വന്നു 180. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 20 പോയിൻറ്റ്സ് ടാർഗറ്റ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് അത് വന്നു. അപ്പോൾ അതിൻ്റെ ട്രേഡ് എന്ന് പറയുന്നത് ഓൾറെഡി നമുക്കൊരു ഡേ ഹൈ റീടെസ്റ്റ് ചെയ്തു. അതിനുശേഷം ഒരു പുൾ ബാക്ക് വന്നു. ആ ഒരു മൊമെൻറ്റത്തിൽ നമ്മളൊരു ട്രേഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്യാൻഡിൽ ഡേ ഹൈ റീടെസ്റ്റ് ചെയ്തൊരു ക്യാൻഡിൽ ഡേ ഹൈയിലേക്ക് വന്നിട്ടുള്ളൊരു ക്യാൻഡിലിൻ്റെ ഒരു റീടെസ്റ്റാണ് നമ്മളിപ്പോൾ ട്രേഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ടുള്ളൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അത് ഫസ്റ്റ് കപ്പിൾ ഓഫ് മിനിറ്റ്സിൽ തന്നെ ഡേ ഹൈ റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിന് നമ്മൾ ആ ഒരു ട്രേഡ് ബുക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ വെറും 1.8K പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഈ 2 ക്വിക്ക് ട്രേഡ്സ് എടുത്തു. നമ്മൾ നല്ല പ്രോഫിറ്റ്സിൽ ഇപ്പോൾ 4.6K പ്രോഫിറ്റിൽ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ദിവസം 1.8K പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. കൂടുതലായിട്ടുള്ളൊരു മൂവ്മെൻറ്റ്സ് ഇല്ല. നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തതുപോലെ തന്നെ ഈ ഒരു
ഡേ ലോ ലെവൽ വന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഞാൻ പറഞ്ഞു ഈ ഒരു റിവേഴ്സൽ സൈൻ വന്നിട്ടുണ്ട് ഓൾറെഡി. റിവേഴ്സൽ സൈന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡേ ലോ ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ബുക്ക് ചെയ്തത് ഇമീഡിയറ്റ് ആയിട്ട് നമ്മൾ ബുക്ക് ചെയ്തതിന് ശേഷം സംഭവിച്ച കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡേ ലോ ലെവൽ റീടെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു കണ്ടിന്യൂസ് മൊമെൻറ്റമാണ്. അപ്പോൾ ആ ഒരു മൊമെൻറ്റം നമുക്ക് റൈഡ് ചെയ്യാനുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ വന്നിട്ടില്ല. കാരണം നമുക്ക് പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്തും തോറും നമുക്ക് നല്ല നല്ല ട്രേഡ്സിലേക്ക് വരാൻ പറ്റും. കൂടുതൽ റിസ്കി ട്രേഡ്സ് അവോയ്ഡ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫേസിൽ. അപ്പോൾ അത് നമുക്ക് വൺസ് നമ്മുടെ ഡയറക്ഷനിൽ കൃത്യമായിട്ടുള്ളൊരു കൺട്രോൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ട്രേഡ്സ് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനുശേഷം മൊമെൻറ്റം പിക്ക് ചെയ്ത സമയത്ത് നമ്മൾ കപ്പിൾ ഓഫ് ട്രേഡ്സ് എടുത്തു, ബിഗ് പ്രോഫിറ്റ്സ് നമ്മൾ ബുക്ക് ചെയ്തു. അപ്പോൾ അതിന് നമ്മൾ കാണിച്ച ആ ഒരു പേഷ്യൻസ് ആണ് നമുക്ക് ഇത്രയും പ്രോഫിറ്റ്സ് നമുക്ക് ഇന്ന് ആ ഒരു 1.8K പ്രോഫിറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് അത് ആ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ നമുക്കൊരു കൺഫ്യൂഷനും ഇല്ലാതെ നമുക്കത് എടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പോൾ ആസ് ഓഫ് നൗ നമ്മൾ 4.6K പ്രോഫിറ്റിലാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ഡേ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.